സോ ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് എഗെയിൻ ഒരു സൺഡേ ആണ്. അപ്പം നോർമലി ഞാൻ സൺഡേസിലാണല്ലേ വ്ളോഗ് എടുക്കുക. ഓഫ് കോഴ്സ് ഇന്ന് വീട്ടിലാണ്. നോർമലി പോകുന്ന പോലെ ഇന്ന് വൈകിട്ട് തിരിച്ചിട്ട് വേണം പോവും. അതിനു മുമ്പ് എനിക്ക് ഇന്നൊരു വ്ളോഗാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുണ്ട്, പിന്നെ കുറേ കാര്യങ്ങൾ പാക്ക് ചെയ്യാനുണ്ട്, പിന്നെ ഹെയർ കെയർ ചെയ്യാനുണ്ട്. ഇന്ന് എൻ്റെ ഹെയർ കെയർ വീഡിയോ, ഗ്രേ ഹെയർസിനുള്ള ഹെയർ കെയർ ടിപ്പ് പറഞ്ഞുതരാം. ടിപ്പെന്ന് പറയാൻ പറ്റില്ല, ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. സോ എനിവേ ലെറ്റ്സ് സ്റ്റാർട്ട്. വെയിറ്റ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ഞെക്കി പൊട്ടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇറ്റ്സ് മീ ഭാവന ഭൗമൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, വെറുതെയാണ് ഗൈസ്. അത്രയൊക്കെ തള്ളി മറിച്ചിട്ടും ഞാൻ അന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നല്ല മടിയും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് ആ ഒരു ദിവസം. എന്താണെന്നറിയില്ല, ഈ ട്രാവലിംഗ് കൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ യൂട്യൂബ് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടോ. ആ ഒരു കാര്യം മാത്രം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല, കാരണം തിരിച്ചിട്ട് ട്രിവാൻഡ്രത്തോട്ട് വരണം. അപ്പോൾ അതിൻ്റെ പാക്കിങ്, അതിൻ്റെ റെഡിയാക്കൽ, പിന്നെ ഫുഡ് കഴിക്കുന്നു, അങ്ങനത്തെ കുറേ കാര്യങ്ങളായിട്ട് ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും പക്ഷേ ആ ഒരു ദിവസം പോയിരുന്നില്ല. അങ്ങനെ ആയിരിക്കുമല്ലോ, എല്ലാ ദിവസവും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ പോയാൽ അതിനൊരു എൻ്റർടൈൻമെൻറ്റ് ഇല്ലല്ലോ അല്ലേ. അപ്പം ഞാനിതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ് കഴിക്കണേ, അപ്പോൾ ദോശയും സാമ്പാറും ആയിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതൊക്കെ ഞാൻ നോർമലി ചെയ്യുന്ന പോലെ ഒരു ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ച് കഴിച്ചിട്ട്, എനിക്ക് ടി വി കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി അത് നല്ലൊരു ഹാബിറ്റ് അല്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിൻ്റെ ഓരോ ബൈറ്റും ആസ്വദിച്ച് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. അതാണ് നമ്മുടെ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യാമെന്ന് പറയാം. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാനിങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്നാൽ കാരണം നമ്മൾ ട്രിവാൻഡ്രത്ത് നമുക്ക് ടി വി ഇല്ലല്ലോ, നമ്മൾ ഫുൾ ടൈം ഫോണിലാണ്. അപ്പോൾ ടി വിയിലെ പ്രോഗ്രാംസ് എത്രയൊക്കെ വന്നാലും പഴയ ഫിലിംസൊക്കെ ഉണ്ടല്ലോ, ജഗദീഷിൻ്റെയൊക്കെ, അതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഫുഡൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു കാലത്തെ വീട്, ആ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു കേരള തനിമയൊക്കെ കാണും. ഇപ്പോൾ കുറേ ഫിലിംസിലൊക്കെ പഴയ പോലെയല്ലല്ലോ. അപ്പോൾ ഈ ഒരു കുക്കീസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഫേവറേറ്റ് കുക്കിയാണ് കേട്ടോ. ഇത് ആക്ച്വലി പാക്കറ്റ് അല്ല, നമ്മുടെ ബേക്കറിയിലൊക്കെ കുപ്പി മറ്റേ ചില്ലും ജാറുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇട്ട് വെക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല, എല്ലാവരും പറയുന്നത് പിന്നാക്കാണെന്ന്. പക്ഷെ ഒത്തിരി അങ്ങ് മധുരമില്ല കേട്ടോ, മധുരം വളരെ കുറവാണ് അതിന്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇന്ന് വീട്ടിൽ ബീഫായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും വീട്ടിലില്ലായിരുന്നതുകൊണ്ട് അമ്മ തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് സഹായം ചെയ്യാമെന്ന് കരുതിയിട്ട് ബീഫിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സവോളയും പിന്നെ പച്ചമുളകും അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത് ചെയ്യാണ്. ആക്ച്വലി എനിക്ക് കൈ കൊണ്ട് ഞാൻ ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കയ്യിൽ വെച്ചിട്ട് എരിയാൻ അത്ര വലിയ ജ്ഞാനമൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ വീട്ടുകാർക്കെല്ലാം ഭയങ്കര ജ്ഞാനമായതുകൊണ്ട് അവർക്ക് കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ നിന്നൊന്നും കട്ടിംഗ് ബോർഡില്ല ഗൈസ്. ഞാനത് എങ്ങനെയൊക്കെയോ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അല്ലേ, ഓൾറെഡി ഫസ്റ്റ് ഇൻട്രോയിൽ തന്നെ പറഞ്ഞു എനിക്ക് ഹെയർ കളർ ചെയ്യണം, അങ്ങനെ ചെയ്യണം, കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ സമയം 1 മണി എന്തോ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഞാൻ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അവരിപ്പോൾ പോയിട്ട് വന്നപ്പോൾ കുറേ നെല്ലിക്ക കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് നെല്ലിക്ക ജ്യൂസ് അടിച്ചിട്ട് കൊണ്ടുവന്ന്, കാരണം വൈറ്റമിൻ വേണമല്ലോ. അത് കഴിഞ്ഞതിപ്പോൾ CID മൂസി ഉണ്ടായിരുന്നു ടി വിയിൽ. അപ്പോൾ CID മൂസിയൊക്കെ കണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴത്തേക്കും എനിക്കിപ്പോൾ തിരിച്ചു പോകേണ്ട സമയമായി. പിന്നെ പെട്ടെന്ന് ഇറങ്ങി ഞാൻ സ്റ്റേഷനിലെത്തിയപ്പോൾ പോകുന്നു ഗൈസ് എൻ്റെ ട്രെയിൻ. പിന്നെ വേറെ ട്രെയിനിലാണ് ഞാൻ കയറിയത്. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു, ഭയങ്കരമായിട്ട് ട്വിസ്റ്റായിരുന്നു എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നത് ആ ഒരു ദിവസം. അപ്പോൾ ഞാൻ വേറെ ട്രെയിൻ പിടിച്ചു. പിന്നെ ട്രെയിനിൻ്റെ അകത്ത് കയറി. പക്ഷേ ഈ ട്രെയിനിൽ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. മറ്റേ ട്രെയിനിൽ ഒടുക്കത്തെ തിരക്കും എനിക്ക് ട്രെയിൻ കിട്ടുകയും ചെയ്തില്ല. ട്രെയിൻ പോയി. ഞാൻ നമ്മുടെ ആ ഒരു ബ്രിഡ്ജൊക്കെ കയറി വന്നപ്പോഴത്തേക്ക് എൻ്റെ ട്രെയിൻ പോകുന്നു ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ. അപ്പോൾ ഈ ഒരു പ്ലേസ് കണ്ടിട്ടുള്ളൂ. ഇത് നമ്മുടെ മൺട്രോത്തുരുത്താന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ ഇങ്ങനെ താമസമില്ലാത്ത കുറേ വീടൊക്കെയുണ്ട്. ഞാൻ എപ്പോഴും ഓർക്കും അവിടെയൊക്കെ അതെന്താ അങ്ങനെയെന്നൊക്കെ. വെള്ളം കയറുന്നതുകൊണ്ടാകാം. പിന്നെ നമ്മൾ ട്രിവാൻഡ്രം പോകുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടെ ആക്ച്വലി സൺസെറ്റ് സമയവും പിന്നെ സൺറൈസിൻ്റെ സമയത്തൊക്കെ ട്രെയിനിൽ പോകുമ്പം നല്ല വ്യൂ ആണ്. ഇപ്പം സണ്ണൊക്കെ പോയി, അതായത് എൻ്റെ വീട്ടിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്കത് അവിടെ പാലമൊക്കെ പണിയുന്നുണ്ട് ഇവിടുന്ന്. പക്ഷേ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നല്ല ഭംഗിയാണ്. സൺറൈസ് സമയത്ത് ഞാൻ രാവിലെ പോകാറൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഇവിടുന്ന് നല്ല സൺറൈസ് കാണാൻ പറ്റും. നല്ലൊരു കിടിലം വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അങ്ങനെ കുറേ നേരം ഞാനിങ്ങനെ വ്യൂ ഒക്കെ കണ്ട് വെറുതെ പുറത്തോട്ടൊക്കെ നോക്കിയിരുന്നു. കാരണം ട്രിവാൻഡ്രം പോകണമെന്നറിയെങ്കിലും ഞാനൊന്നും പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം എത്തിയപ്പോൾ തന്നെ ലേറ്റായി. ആക്ച്വലി ഒരു 7:30 എന്തോ ആയി, കാരണം ഞാൻ 5:30 ട്രെയിനിലാണ് എത്തിയത്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇനി നമുക്ക് ആക്ച്വലി ഞാൻ വേറെ സ്റ്റേഷനിലാണ് പോയി ഇറങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ട്രെയിൻ മിസ്സായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഊബർ വിളിച്ചിട്ട് നമ്മൾ തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോയി. അപ്പോഴാണ് ലുലുവിൽ 50% ഓഫർ സെയിൽ നടക്കുന്നത്. ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അങ്ങനെ ഫ്ലാറ്റിലെത്തി കുറച്ച് നേരം ചന്ദ്രനെയൊക്കെ കണ്ടിരുന്നു. പോക്കട ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.